കളിച്ചുകൊണ്ട് ഓരോ അവതാരങ്ങൾ ഇങ്ങനെ കാട്ടി വില്യമംഗല സ്വാമിയുടെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നേരം വെളുത്തു. പൂജാരി അമ്പലം തുറക്കുന്ന സമയം കിട്ടപ്പോൾ കണ്ണൻ അവിടെ നിന്നൊരൊറ്റ ഓട്ടം. പക്ഷേ ആ ഓടുന്ന സമയത്ത് താമരയുടെ വേഷം ആടിയാണ് നിൽക്കുന്നത്. അങ്ങനെ പൂജാരി ഇതാ അമ്പലം തുറക്കാനായി. അങ്ങനെ എന്താ ഈ കണ്ണൻ ആ താമരക്കണ്ണൻ്റെ വേഷത്തിൽ തന്നെ ആ മണിക്കിണറിൻ്റെ മുകളിൽ കൂടെ ഉള്ളിലോട്ട് പ്രവേശിച്ചു. പൂജാരി ഇപ്പം തുറക്കും, ഇതിനു മുന്നേ എനിക്ക് അകലിൽ കയറണം, പൂജാരി തുറക്കുമ്പോൾ എന്നെ കാണണം. അങ്ങനെ ആ ഒരു ചിന്തയുടെ കുസൃതി ഓടി ആ മണിക്കിണറിൻ്റെ മുകളിൽ കൂടിയാണ് അകത്ത് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ താമരയുടെ അടയാളം ആ മണിക്കിണറിൻ്റെ മുകളിൽ ആ ഒരു ദ്വാരത്തിൽ പതിയുന്നുണ്ട്. അപ്പോൾ അതിനകത്തൂടെ ഓടി വന്ന് ആ താമരക്കണ്ണൻ്റെ വേഷം തന്നെ പൂജാരി കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ വില്യമംഗല സ്വാമിയർ ഈ കണ്ണാന്ന് വിളിച്ചോണ്ട് നടക്കുന്നത്. പക്ഷെ കണ്ണനെ കാണണല്ലേ, കണ്ണന് കുസൃതിയാണല്ലോ. കണ്ണൻ ഓടിയെത്തി, കാരണം പൂജാരി വരുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാവേണ്ടേ. അങ്ങനെ ആ മണിക്കിണറിൻ്റെ മുകളിലാണ് താമരയുടെ അടയാളത്തോട് വെച്ച കണ്ണനകത്ത് കയറിയ ആ ഒരു ദ്വാരം. ഇപ്പോൾ അത് മാറ്റി സ്ഥാപിച്ച് വടക്ക് വശത്ത് ആ ഓവിൻ്റെ സ്ഥാനത്ത് മാറ്റി സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇത് നേരത്തെ ചെയ്യേണ്ടതാണ്. കാരണം എന്ന് വെച്ചാലേ, നമ്മളെല്ലാവരും പ്രദക്ഷിണവും കഴിഞ്ഞ് വന്ന് താമരക്കണ്ണനെ കാണാനായിട്ട് വരുന്ന സമയത്ത് അവിടുത്തെ ആ മണിക്കിണറിൻ്റെ അവിടെ ബലിക്കല്ലുണ്ട്, ശിവൻ്റെ ഒരു ചെറിയ ലിംഗമുണ്ട്. അതെല്ലാം ചവിട്ടിയാണ് ആൾക്കാർ അവിടെ നിന്ന് കാണുന്നത്. ചിലപ്പോൾ ആ ഗേറ്റ് അങ്ങ് പൂട്ടുകയും ചെയ്തു. ചിലപ്പോൾ മിക്ക ഭക്തർക്കും അത് കാണാൻ കഴിയത്തില്ല. ആകാംക്ഷയോട് വരുമ്പോഴത്തേക്ക് അവർ ആ ഗേറ്റ് പൂട്ടിയിരിക്കും. ഒരു സമയമാകുമ്പോൾ അവർ ഗേറ്റ് പൂട്ടി ആരെയും പ്രവേശിപ്പിക്കുക. പിന്നെ നമ്മളെങ്ങനെയാണ് താമരക്കണ്ണനെ കാണുന്നത്? അപ്പോൾ മനസ്സുകൊണ്ട് എല്ലാ ഭക്തരും താമരക്കണ്ണനോട് പരാതി പറഞ്ഞത് കൊണ്ടാണ് അവിടുത്തെ സ്വാമിമാർക്ക് കണ്ണനായിട്ട് ഒരു മനസ്സ് കൊടുത്ത് എൻ്റെ സ്ഥാനം ഒന്ന് മാറ്റി സ്ഥാപിക്കുക, എൻ്റെ ഭക്തർക്ക് എന്നെ കാണണം, ഞാൻ താമരക്കണ്ണനായിട്ട് അകത്ത് പോയത് ആ ഒരു സ്ഥലം അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് ആരുടെയൊക്കെയോ മനസ്സിൽ തോന്നിച്ചപ്പോൾ അവർക്ക് സ്വയം തോന്നി. ഇപ്പോൾ സ്ഥാനം മാറ്റി. ഇപ്പോൾ എല്ലാ പേർക്കും നമ്മൾ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ആ വടക്ക് വശത്ത് ഓവിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ആ സ്ഥാനമായിട്ട് താമരക്കണ്ണനെ. ഇപ്പോൾ താമരക്കണ്ണനെ നമുക്ക് കൺകുളിർക്കെ കാണാൻ കഴിയുന്നു എന്നാണ് എല്ലാ ഭക്തരും പറയുന്നത്. അപ്പോൾ അത് നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഇപ്പോഴെങ്കിലും അത് ചെയ്തല്ലോ. മിക്ക ഭക്തർക്കും കാണാൻ പറ്റാതെ തിരിച്ചു പോകാറുണ്ട്. മിക്കവരും ആ ബലിക്കയിൽ ചവിട്ടിയും ആ ശിവലിംഗത്തിൽ ചവിട്ടിയും ആ കിണറിലൊക്കെ ചവിട്ടിയും ഇടിച്ചാണ് ആ ഒരു സ്ഥലം കാണുന്നത്. അപ്പം നോക്കിച്ചപ്പോൾ അതൊരു അശകുനമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ കണ്ണൻ പ്രവേശിച്ചത് ആ മണിക്കിണറിന് മുകളിലൂടെ. കണ്ണനെ കുസൃതരം കാട്ടി ആ ദൂരത്തിലൂടെ എടുത്തിയാടി പോവാമല്ലോ. അപ്പോൾ എന്തായാലും അതൊരു വല്ലാത്തൊരു അനുഗ്രഹമാണ് എല്ലാ ഭക്തർക്കും. ഇനി താമരക്കണ്ണനെ കൺകുളിർക്കെ കാണാം. ഇതെല്ലാം കണ്ണൻ